ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഇതുപോലത്തെ ഉള്ളിയൊക്കെ ഇടയ്ക്കൊക്കെ മുളച്ചൊക്കെ വരാറുണ്ട്. ആ ടൈമിൽ ഈ ഒരു ഉള്ളി കളയോ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മളത് കുഴിച്ച് വെക്കുവാണെങ്കിൽ സ്പ്രിംഗ് ഒനിയനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഉള്ളിയേക്കാളും നല്ല ഗുണമുള്ള ഒന്നാണ് കേട്ടോ സ്പ്രിംഗ് ഒനിയൻ. നമ്മൾ പലപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങി തോരനൊക്കെ വയ്ക്കുന്നതാണ് സീസൺ അനുസരിച്ച്. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും വീട്ടിൽ കിട്ടും. അതിന് വേണ്ടത് മേടിക്കുന്ന മണ്ണാണ്. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള കേരളത്തിലൊക്കെ കാണുന്ന ആ മണ്ണ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അധികം എഫക്റ്റീവായിട്ട് വളരില്ല. പക്ഷെ നമ്മൾ വാങ്ങുന്ന മണ്ണാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഞാൻ ഇതുപോലെ കുഴിച്ച് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടത്. അത് 2-3 ഡേയ്സിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഇത് 2 ദിവസം കൂടുമ്പോൾ ഞാൻ വീഡിയോ എടുത്തേക്കുന്നതാണ്. ഇത് ഞാൻ അതിന് മുമ്പ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നട്ട് നോക്കിയതാണ് ഇവിടെ മുളയ്ക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇത് മുളയ്ക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിയ മണ്ണും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ദുബായിലൊക്കെ ഉള്ള മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ നട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു. നട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. ഒത്തിരി അങ്ങ് ആഴത്തിലേക്ക് കുഴിച്ച് വെക്കരുത് ഉള്ളി. ജസ്റ്റ് അതൊന്ന് മണ്ണുമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ടിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. രാവിലെയും വൈകിട്ടും കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക ആദ്യമൊക്കെ. ഒന്ന് ഇതുപോലെ ഇതൊരു 3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോഴേക്കും അത് ഇത്ര ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ അരി കഴുകിയ വെള്ളമാണ്. കഞ്ഞിവെള്ളമൊന്നുമല്ല, അരി കഴുകിയ വെള്ളം ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. വേറെ വളമൊന്നും ഇതിനാവശ്യമില്ല, ഇത് മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നേരം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ആ നനവൊക്കെ മേടിക്കുന്ന മണ്ണാകുമ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലും ചകിരിയുടെ ഒക്കെ അംശമായിരിക്കും കൂടുതൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈർപ്പം ഇങ്ങനെ നിന്നോളും. പെട്ടെന്നൊന്നും ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവില്ല വാട്ടർ കണ്ടൻറ്റ്. ഇതൊരു 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും വളർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസം ഇങ്ങനെ പിക്ക് എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1.5 ആഴ്ച കൊണ്ടിട്ട് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ നല്ല അടിപൊളിയായിട്ട് തന്നെ വളർന്ന് കിട്ടുന്നതാണ്. ഇത് കണ്ടോ, ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഫോട്ടോയാണിത്. ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയാണ്. ഇനി കുറച്ചും കൂടി ഗ്രോ ചെയ്ത് ആ പൂവൊക്കെ വന്ന് നിൽക്കുമായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉള്ളിപ്പൂ എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ പൂവൊക്കെ വന്നിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും വലുതാകുമ്പോഴേക്കും ആ ലീഫ് സ്ട്രക്ചർ മാറിയിട്ട് ഒരു സ്ട്രോയുടെ ഷേപ്പിലേക്ക് ഇത് വരും. അപ്പോൾ ആദ്യം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഉള്ളി, ചെറിയ ഉള്ളി നട്ടതാണ്. അതിൻ്റെ ഇലയ്ക്ക് അധികം മണമൊന്നുമില്ല. നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ഉള്ളിയുടെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ കാണുന്നത് വെളുത്തുള്ളിയാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും താഴെ വെളുത്തുള്ളിയുടെ നല്ല മണമാണ്. അതിൻ്റെ ഇലയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഒടിക്കുമ്പോൾ തന്നെ നല്ല വെളുത്തുള്ളിയുടെ മണമാണ്. അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിക്ക് പകരം നമുക്ക് കറികളിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാതെ ചൈനീസ് ഡിഷസിൽ എല്ലാം നമുക്ക് ചേർക്കാം. ഫ്രൈഡ് റൈസിൽ ചേർക്കാം. അതുപോലെ തന്നെ സൂപ്പ്, എല്ലാത്തിലും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തോരൻ വെച്ച് ഉപയോഗിക്കാം. ഇതെന്തായാലും കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞാൽ ഒരു നേരത്തേക്ക് തോരനുള്ളതാവും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇതാണ് ഏറ്റവും വലിയ ഗുണം. ഇത് കട്ട് ചെയ്തെടുത്താലും പിറ്റേ ദിവസം തന്നെ അത് വീണ്ടും ഗ്രോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ ആദ്യം കാണിച്ച ആ ചെറിയ ഇതുണ്ടല്ലോ, ഇത് ഞാൻ 2-3 ടൈംസ് കട്ട് ചെയ്തതാണ്. ഓരോ വട്ടം കട്ട് ചെയ്യുമ്പോഴും കൂടുതലായിട്ട് അതിതുപോലെ ഉണ്ടായി വരും. ആ തൊട്ടടുത്ത് നിൽക്കുന്ന ഉള്ളിയിൽ ഒരു ഉള്ളിയാണുള്ളത്. അതിൽ നിന്നാണ് ഇത്രയും ഗ്രോ ആയത്. കാരണം അത് ഞാൻ ഇതിനു മുമ്പ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. Till then, take care. Bye bye.